നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുന്നോടിയായി കണ്ണൂരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. കേന്ദ്രസേന ഉൾപ്പെടെ വിവിധ സേനകളിൽ നിന്നുള്ള 6000-ഓളം ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ പ്രതികളായ 500-ഓളം പേർ മുൻകൂർ നിരീക്ഷണത്തിലാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, കണ്ണൂരിൽ എത്ര പ്രശ്നബാധിത ബൂത്തുകളുണ്ട്? അജിംസെ, കണ്ണൂരിൽ ഏകദേശം 2100-നടുത്ത ബൂത്തുകളാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ 771 പ്രശ്നബാധിത ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, നേരത്തെ ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ മാത്രമാണ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ ഈ 2100 വരുന്ന മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. അത് ബൂത്തിനകത്തും അതുപോലെ തന്നെ ബൂത്തിന് പുറത്തും ഇത്തരത്തിലുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബൂത്തിലെത്തുന്ന ആൾക്കാരുടെ വോട്ട് ചെയ്യാനെത്തുന്നവരും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റുമാരായിട്ടുള്ളവരുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോണുകൾ ഈ ബൂത്തിനകത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ല. അത് പുറത്തു വെച്ച് വേണം വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റായി എത്തുന്നവർക്കും ബൂത്തിനകത്ത് പ്രവേശിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് കർശനമായി തന്നെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതിനു പുറമെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് 37 കമ്പനി കേന്ദ്രസേന കമ്പനികളെയാണ് ഉദ്യോഗസ്ഥരെയാണ് ഈ സുരക്ഷാ ചുമതലക്കായി നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്രസേനയ്ക്ക് പുറമെ തമിഴ്നാട് പോലീസ് അതുപോലെ തന്നെ കർണാടക പോലീസ് ഇവയിൽ നിന്നുള്ള 6000-ഓളം ഉദ്യോഗസ്ഥരും ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായിട്ട് ജില്ലയിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിന് പുറത്ത് ഈ നേരത്തെ തെരഞ്ഞെടുപ്പ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെ നിരീക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അജിംസ്. ശരി ബിജീഷ്.